1984 നമ്മുടെ പ്രിയദർശൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പൂച്ചയ്ക്കൊരു മൂക്കുത്തി. ശങ്കർ, മേനക, മോഹൻലാൽ, നെടുമുടി വേണു, ശ്രീകുമാരി എന്ന് വേണ്ട എല്ലാ താരങ്ങളും ഇതിനകത്ത് അണിഞ്ഞിരിക്കുമ്പോൾ അന്നേ വരെ കാണാത്ത ഒരു മലയാള സിനിമയാണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിൽ കാണാൻ പറ്റിയത്. കോമഡി ട്രാക്കൊക്കെ മാറി ചിന്തിച്ച പൂച്ചയ്ക്കൊരു മൂക്കുത്തി നമ്മളെ എപ്പോഴും പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രിയൻ്റെ ചിത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ബോയിങ് ബോയിങ് എത്ര പ്രാവശ്യം കണ്ടാലും നമ്മൾ മടുക്കത്തില്ല. കാരണം അന്നേ വരെ കാണാത്ത കോമഡി ട്രെൻഡിൽ നിന്നൊക്കെ, കോമഡി ട്രാക്കിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക ഒരു ചിത്രമായിരുന്നു ബോയിങ് ബോയിങ്. അങ്ങനെ ഒരു ചിത്രമായിരുന്നു പൂച്ചയ്ക്കൊരു മൂക്കുത്തി. അതിലെ നായകൻ മോഹൻലാൽ തന്നെയായിരുന്നു. ശങ്കറും അതിനകത്തുണ്ടായിരുന്നു, മേനകയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ചിത്രമായിട്ട് പൂച്ചയ്ക്കൊരു മൂക്കുത്തിയെ നമുക്ക് വിശേഷിപ്പിക്കാം. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇപ്പം 100ഓളം സിനിമകൾ പ്രിയദർശൻ സംവിധാനം ചെയ്തിരിക്കുന്നു. 100ാമത്തെ ചിത്രം ആശീർവാദിൻ്റെ 38ാമത്തെ ചിത്രവും ഒന്നിച്ചാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതിലെ നായകൻ മറ്റാരുമല്ല, മോഹൻലാൽ തന്നെ. പ്രിയനും മോഹൻലാലും തമ്മിലുള്ള ബന്ധം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കാം. ആദ്യ സിനിമയിലെ നായകൻ തന്നെ 100ാമത്തെ സിനിമയിലെ നായകനായിട്ട് മാറുന്നത്. മിക്കവാറും സംവിധായകരെല്ലാം 100ഓളം ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്യുന്നത് തന്നെ വലിയ വാർത്തയാണ്. അതിലും വലിയൊരു വാർത്തയാണ് ആദ്യത്തെ ചിത്രത്തിലെ നായകൻ 100ാമത്തെ ചിത്രത്തിലെ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും ആ ഭാഗ്യം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതാണ്. സുഹൃത്തുക്കളായിട്ട് ഒന്നിച്ച് ജീവിച്ച് ചിലപ്പം 100ഉം കടന്ന് 101ഉം 102ഉം ഒക്കെ കടക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉയരങ്ങളിലേക്ക് കയറും തോറും ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പലപ്പോഴും തകരാറ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോഴും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി തന്നെ സഞ്ചരിക്കുന്നു എന്നറിയുന്നതും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ജീവിതം നയിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്, അല്ലേ? നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലെ തന്നെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുള്ള ഭാഗ്യം മോഹൻലാലിന് ലഭിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന 100ാമത്തെ ചിത്രം എന്ന് പറയുന്നത് മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ചേരുവയുള്ള ചിത്രം തന്നെയാണ് എന്ന് പ്രിയദർശൻ തുറന്നുകൊണ്ടിരിക്കുന്നു. 12ഓളം ഗാനങ്ങൾ, അത് തന്നെ വലിയൊരു സംഭവമായി മാറും, അല്ലേ? മലയാള സിനിമയിൽ കൊല്ലങ്ങളായിട്ട് നമ്മൾ ചിത്രങ്ങളിൽ ഗാനത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടുകൾ വരും, അത് സൂപ്പർ ഹിറ്റായിട്ട് മാറും. പക്ഷേ ട്രെൻഡൊക്കെ മാറി. പാടി നടക്കുന്ന കുട്ടികളും യുവാക്കളും ഒക്കെ പാടി നടക്കുന്ന ഗാനങ്ങൾ അതിൻ്റെ ട്രെൻഡ് കഴിയുമ്പോൾ പെട്ടെന്ന് അസ്തമിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ പഴയ പാട്ടുകൾ ഇപ്പോഴും മനസ്സിൽ തിങ്ങി നിൽക്കും. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒരു കഥ പറയാൻ പ്രിയദർശൻ തയ്യാറാകുന്നത് തന്നെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഒരച്ഛൻ്റെയും മകൻ്റെയും കഥ, ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടിക് സംഗീതവും ഒക്കെ യോജിപ്പിച്ച ഒരു കഥ. അതിലെ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് നടനെ തേടുന്നു എന്നാണ് പ്രിയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് SP ബാലസുബ്രഹ്മണ്യം ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പ്രിയൻ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലൊരു കഥ ലാലേട്ടൻ വളരെ നാളിന് ശേഷം സംഗീതത്തിന് പ്രാധാന്യം കൊടുത്ത് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സംഗീതവും മോഹൻലാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സിരകളിലും ശരീരത്തുമൊക്കെ സംഗീതത്തിൻ്റെ പല ഭാവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ പല സംഭാഷണങ്ങളും കേൾക്കുമ്പോൾ വലിയ പൗരുഷമായ സംഭാഷണങ്ങളൊന്നുമല്ല, പക്ഷെ അതിനൊരു താളമുണ്ട്, ഒരു ലയമുണ്ട്, നമ്മളിലേക്ക് ചേർന്നിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു മനോഹാരിതയുണ്ട്, ഒരു സംഗീതം ഈ സംഭാഷണങ്ങളിലൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മോഹൻലാൽ പലപ്പോഴും ദീർഘമായ സംഭാഷണങ്ങൾ പറയുമ്പോഴും അതൊന്ന് മുറിച്ച് താളാത്മകമായി പറയാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടി അഭിനയിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആനന്ദമാണ്. പലപ്പോഴും അദ്ദേഹം തന്നെ പാടി അഭിനയിക്കുക എന്ന് നമുക്ക് തോന്നുമാറാകും. അത് മലയാള സിനിമയിൽ തന്നെ പ്രേമനസീറിന് ആ കഴിവുണ്ടായിരുന്നു. പിന്നെ വേറെ ആർക്കും നമുക്കത് കണ്ടിട്ടില്ല. പല നടന്മാരുടെയും പാടി അഭിനയിക്കാനുള്ള കഴിവ് കാണുമ്പോൾ തന്നെ മോഹൻലാൽ എത്രയോ മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ 12ഓളം പാട്ടുകളുമായിട്ട് ലാലേട്ടൻ പ്രിയൻ്റെ ചിത്രത്തിലെ വരുമ്പം അതൊരു വലിയ സംഭവമായിരിക്കും, അല്ലേ? പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്ന ഒരു സംഭവം. ഭരതവും ഇഫൈനഫ് അബ്ദുള്ളയും ചിത്രവും കിലുക്കവും ഒക്കെ കണ്ട നമുക്ക് മറ്റൊരു മറ്റൊരു
ഒരു വിരുന്ന് പ്രിയദർശനും മോഹൻലാലും ചേർന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരു കഥയാണ്. ഭരതം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് 3-4 ദിവസം മുമ്പ് ലോഹിതാഫിൻ്റെ ആയിരുന്നു കഥ. ഫിബി മലയിൽ സംവിധാനം ചെയ്യാൻ പോകുന്നു, മോഹൻലാൽ നായകനാകുന്നു. അന്നത്തെ പ്രണവ് ആർട്സ് മോഹൻലാലിൻ്റെ നിർമ്മാണ കമ്പനി അവർ നിർമ്മിക്കാൻ പോകുന്നു. എല്ലാം ഷൂട്ടിങ്ങിലന്ന് തയ്യാറായി ഇരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വന്ന് പറഞ്ഞത്, തങ്ങളുടെ കഥ മറ്റൊരു സിനിമയുടെ കഥയുമായിട്ട് ബന്ധമുണ്ട്. അതെനിക്ക് തോന്നുന്നു ബാലചന്ദ്ര മേനോൻ്റെ പൈങ്കിളിക്കഥ, ഒരു പൈങ്കിളിക്കഥ എന്ന ചിത്രത്തിൻ്റെ കഥയുമായിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. പടം പോയി കണ്ടപ്പം അങ്ങനെ ആ കഥയുമായിട്ട് ചെറിയ സാദൃശ്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ഈ ചിത്രം മാറ്റാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 3-4 ദിവസം കൊണ്ട് ലോഹിതദാസ് ഇരുന്ന് എഴുതിയ ചിത്രമാണിത് ഭാരതം. ആദ്യത്തെ കഥയിൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ പറഞ്ഞെങ്കിൽ ഇത് രണ്ടാമത്തെ കഥയിൽ അച്ഛനും ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. അതും സംഗീത പാരമ്പര്യമുള്ള ഒരു കഥയാണ്. അങ്ങനെ ഒരു കഥ പെട്ടെന്ന് വരികയും അത് മലയാള സിനിമയുടെ ഖ്യാതി അങ്ങ് ഉയരങ്ങളിൽ എത്തിക്കുകയൊക്കെ ചെയ്തു. മോഹൻലാലിനും ഉർവശിക്കുമൊക്കെ അവാർഡുകൾ വാരിക്കൊടുത്ത ചിത്രമായിരുന്നു ഭാരതം. അതുപോലെ ഫിബി മലയിലും. ലോഹിതാഫിന് നമുക്ക് എത്ര ലോഹിതാഫിൻ്റെ ചിത്രങ്ങൾ കണ്ടാലും നമുക്ക് മടുക്കത്തില്ല. അതുപോലൊരു കഥ പ്രിയദർശൻ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലേ. എനിക്ക് അന്നേരം തോന്നി, ആ കഥയാണോ അന്ന് ഭരതത്തിന് പകരം സംവിധാനം ചെയ്യാനിരുന്ന ആ കഥയാണോ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം. എനിക്ക് വളരെയധികം ആനന്ദമുണ്ട്. വളരെ നാളിന് ശേഷം മോഹൻലാലിനെ സംഗീതാത്മകമായി കാണാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ആനന്ദിപ്പിക്കും. കാരണം മലയാളികളുടെ മനസ്സിലെല്ലാം ആ ഭരതവും ഇഫൈൻ എഫ് അബ്ദുള്ളയൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ആറാടുകയാണ് അല്ലേ. മോഹൻലാൽ പാടി അഭിനയിച്ച ചിത്രത്തിലെ ഗാനങ്ങളുമൊക്കെ നഗുമോയും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. സംഗീതത്തിന് അത്രമേൽ പ്രാധാന്യമുള്ള ലാലേട്ടൻ ചിത്രങ്ങളും സംഗീതത്തെ ആത്മാവിലേക്ക് ആവാഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാവചലനങ്ങളുമൊക്കെ മറ്റൊരു സിനിമയിലൂടെയൊക്കെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ഉത്സവം തന്നെ ആയിരിക്കും. പ്രിയൻ്റെ മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പാണ്. അതൊരു സംഗീത ചിത്രം, കുടുംബചിത്രമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയൻ്റെ ഭൂത് ബംഗ്ലാവും അതുപോലെ ഹൈവാനും ഒക്കെ ഇപ്പം ഹിന്ദിയിലാണ്. അത് റിലീസ് ചെയ്യാൻ തയ്യാറായി. എനിക്ക് തോന്നുന്നു മോഹൻലാലും പ്രിയനും തമ്മിലുള്ള ലാസ്റ്റ് ചിത്രം എന്ന് പറയുന്നത് മരക്കാർ അറബിക്കടലിലെ സിംഹമായിരുന്നു. അത് വേണ്ട വിധം ജനങ്ങൾ ഏറ്റെടുത്തില്ല. അതിനുശേഷമാണ് 100ാമത്തെ ചിത്രമായിട്ട് പ്രിയൻ വരുന്നത്. അതൊരു വൻ വിജയമാകട്ടെ. പഴയ തേന്മാവിൻ കൊമ്പത്ത് പോലെ, ചിത്രം പോലെ, കിലുക്കം പോലെ, വെള്ളാനകളുടെ നാട് പോലെ. എനിക്ക് തോന്നുന്നു പ്രിയൻ ചിത്രങ്ങൾ മോഹൻലാൽ ചിത്രങ്ങളൊന്നും പറഞ്ഞാൽ തീരാത്ത യാത്രയുണ്ട്. കുടുംബ ബന്ധങ്ങളുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ. അങ്ങനെ ഒരു ചിത്രം മലയാള പ്രേക്ഷകർക്ക് കാണാനിടയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.